ഞാനിപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കരിയർ ഇങ്ങനെയാണ് ഞാൻ ആക്സലറേറ്റ് ചെയ്യുക. ഇതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ആദ്യമേ എ ഐ ടൂൾസിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് പകരം ഫണ്ടമെന്റൽസ് ഞാൻ സ്ട്രോങ് ആക്കി വെക്കും. ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം, സിസ്റ്റം ഡിസൈൻ, വെബ്, ഒ എസ്, നെറ്റ്വർക്ക് കോൺസെപ്റ്റ്സ്, ഫ്രെയിംവർക്ക് കാര്യങ്ങളൊക്കെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ടൂൾസ് മാറിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് എ ഐ ടൂൾസ് ഇപ്പോൾ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഫണ്ടമെന്റൽസ് പഠിക്കാതെ എ ഐ ടൂൾസിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫണ്ടമെന്റൽസ് എപ്പോഴും ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് അവിടെ ഒരു കോംപ്ലക്സ് ഫീൽ ചെയ്യും. അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് ഡീബഗ്ഗിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. പ്രോബ്ലംസ് നമുക്ക് പലപ്പോഴും പ്രൊഡക്ഷനിൽ ഇഷ്യൂ വരുന്ന സമയത്ത് ഭയങ്കര പ്രഷറായിരിക്കും. ഇത് ഫിക്സ് ചെയ്ത് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലയന്റിന്റെ അടുത്ത് കോൾ വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ ഡീബഗ്ഗിങ് സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾ വരുന്ന എറർ എല്ലാം എ ഐ ടൂൾസിന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. അത് പ്രൊഡക്ഷൻ കോഡും എററൊന്നും ചിലപ്പോൾ നമുക്ക് എ ഐക്ക് ഷെയർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു സ്കിൽ എറർ വായിച്ച് അതെന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ലേണിംഗ് നടക്കുന്നത്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സൈഡിൽ എസ്പെഷ്യലി നോൺ ടെക്നിക്കൽ പീപ്പിളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ. അപ്പോൾ അവരുടെ അടുത്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ക്ലാരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കണം, എങ്ങനെ എക്സ്പ്ലനേഷൻസ് കൊടുക്കാം, ഈ കാര്യങ്ങളൊക്കെ എ ഐ ടൂൾസിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ് ഇവരുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നുള്ളത്. അവർക്ക് പലപ്പോഴും കാര്യം മനസ്സിലാവാതെ അവർ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. എസ്പെഷ്യലി നിങ്ങൾക്കൊരു മൈക്രോ മാനേജർ ചെയ്യുന്ന മാനേജറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം അത് മനസ്സിലാക്കി വെക്കുക അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് ഇത് എന്താ പറയാ, ബാക്കിയുള്ളവരുടെ നിങ്ങളുടെ ഡൊമൈനിലെ സീനിയേഴ്സിനെ നിങ്ങൾ ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്യുക. ഇപ്പം ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് നല്ല എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരെപ്പോഴും നല്ല കണ്ടന്റ്സ് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യും. ഇതിലൊരിക്കലും അവരുടെ ടെക്നിക്കൽ സാധനം അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളൊരു സീനിയറുടെ അടുത്ത് പഠിക്കേണ്ടത് അവരുടെ തോട്ട് പ്രോസസ്സാണ്. അവരെങ്ങനെയാണ് കാര്യങ്ങൾ നോക്കി കാണുന്നത്, എങ്ങനെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിനെ അവർ ഡൈസെക്ട് ചെയ്തെടുക്കുന്നത് സൊല്യൂഷൻ ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം. പല ആളുകളും ഇവരെഴുതുന്ന കോഡ് അല്ലെങ്കിൽ ഇവരെഴുതുന്ന കോഡ് വായിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം വിചാരിക്കും. നമ്മൾ വിചാരിക്കും ഇവരുടെ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഒരു സൂപ്പർ ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. അവരുടെ തോട്ട് പ്രോസസ്സാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഈ തോട്ട് പ്രോസസ്സാണ് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഈ കൺസെപ്റ്റ്സ് എല്ലാവർക്കും അവൈലബിൾ ആണ്, ഫ്രീലി ഇന്റർനെറ്റിൽ ഫ്രീലി അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പഠിക്കുക എന്നുള്ളത് ഒരു ഫാക്ടർ. അത് തിയറി പാർട്ടാണ്. ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ ആ ഒരു കാര്യം ഫോക്കസ് ചെയ്യുക. പിന്നെ ഏറ്റവും അഞ്ചാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ സീനിയേഴ്സിന്റെ അടുത്ത് ഫീഡ്ബാക്ക് ചോദിക്കണം. എന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നല്ല ചോദിക്കേണ്ടത്. എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കുക. എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ സെയിം കമ്പനിയിലാണെങ്കിൽ അങ്ങനെ, അല്ല നെക്സ്റ്റ് റോളിലേക്കുള്ള ഡെവലപ്മെന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ. കാരണം അവർക്ക് നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. പക്ഷേ ഇത് അവരൊരിക്കലും ഇനീഷ്യേറ്റീവ് എടുക്കില്ല. നിങ്ങളാണ് ഇത് ഇനീഷ്യേറ്റീവ് എടുത്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടത്. ഈ 5 കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ എ ഐ വന്നാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി കരിയറിൽ ത്രൈവ് ചെയ്യാൻ പറ്റും.